ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആത്മീയ യാത്രയിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ മാനവരാശിക്ക് വേണ്ടിയുള്ള ഈ ലോക ജീവിതത്തിൻ്റെ നാൾവഴികളെയും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ത്യാഗോജ്വലമായ സ്മരണകളെയും ധ്യാനിച്ചുകൊണ്ട് കാൽവറിയിലൂടെ യാത്ര ചെയ്ത് കുരിശിൻ്റെ വഴിയിൽ നമ്മെ സമർപ്പിക്കുകയും പാപമോചന യാഗത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ നാം ഒരുങ്ങുകയും ചെയ്യുന്ന വിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങൾ. സഭാപിതാക്കന്മാർ വളരെ കരുതലോടെയാണ് ഈ നോമ്പിലെ ചിന്തകളെ ക്രമീകരിച്ചിരിക്കുന്നത്. നോമ്പുകാല ചിന്തകളിൽ എനിക്കേറ്റവും ഹൃദ്യമായി തോന്നിയ, എന്നെ സ്പർശിച്ച 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ശുഭ്ഖോനോ അഥവാ നിരപ്പിൻ്റെ അനുഭവം. നാം നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷയിലൂടെയായിരുന്നുവല്ലോ. ദൈവത്തോടും മനുഷ്യനോടും അനുരഞ്ജനപ്പെടുന്നതായ അനുഭവം. 2 കൊരിന്ത്യർ 5:18 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നമ്മെ ക്രിസ്തു മൂലം നമ്മോട് അടുപ്പിച്ചു. കുരിശിലവൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന ആ വലിയ പ്രാർത്ഥനയിലൂടെ എല്ലാം ക്ഷമിക്കുന്ന ആ വലിയ ദൃഷ്ടാന്തം. മത്തായി എഴുതിയ സുവിശേഷം 5:23 നാം കാണുന്നു: സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് എൻ്റെ അടുക്കൽ യാഗം കഴിക്കുക എന്ന ഓർമ്മപ്പെടുത്തൽ. യഹൂദ നിയമപ്രകാരം താൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയാകുമോ എന്ന പത്രോസിൻ്റെ ചോദ്യത്തോട് 7 അല്ല 70 വട്ടം എന്ന പുതിയ നിയമ ശുഭ്ഖോനോ നിർദ്ദേശം. മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിരപ്പാവേണ്ടതിൻ്റെ saying sorry to God and to your brethren. രണ്ടാമതായി, സൗഖ്യമാക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന ഒരനുഭവം. an experience of cleansing and healing. സുറിയാനി സഭകളുടെ നോമ്പിലെ കുർബാനകളിലെ വായിച്ചു കേൾക്കുന്ന ഏവങ്കേലിയോൻ ഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ അവൻ രോഗികളെ സൗഖ്യമാക്കുകയും അവരുടെ പാപങ്ങൾ മോചിക്കുന്നതുമായ ധ്യാനചിന്തകളാണ്. നമ്മുടെ പാപ സ്വഭാവങ്ങളെ ദൈവത്തിരുമുമ്പാകെ ഏറ്റുപറയുവാനും നമ്മെ അപ്രകാരം ശുദ്ധീകരിക്കുവാനും ഓർമ്മപ്പെടുത്തുന്ന ചില ദൃഷ്ടാന്തങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:12-13 നാം കാണുന്നു: കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന കുഷ്ഠരോഗിയുടെ ഒരു പ്രാർത്ഥന. അവിടെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന കർത്താവിൻ്റെ വാക്കുകൾ. പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ: മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അവൻ വീണ്ടും പക്ഷവാതക്കാരനോട്: എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുന്നു. സിൻ സെപ്പറേറ്റ്സ് us ഫ്രം ഗോഡ്. അതുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് അവൻ്റെ അടുക്കൽ പാപക്ഷമയ്ക്കായും രോഗസൗഖ്യത്തിനായും യാചിക്കാം. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായൊരു സ്ത്രീ. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്: സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ സുഖപ്പെടുത്തുന്നു. യേശുവിന് നിന്നെ സുഖപ്പെടുത്തുവാൻ മനസ്സുണ്ട്. ജീസസ് സെഡ്, ഐ ആം വില്ലിംഗ്, ബി ക്ലീൻ. ശുദ്ധമാകാം. റിപ്പൻറ്റ് ആൻഡ് റിപ്പീറ്റ്. ദാറ്റ്സ് ദ ഫീഡ് ഫോർ ദ ജേർണി ടു കാൽവറി. മൂന്നാമതായി, വാദെ ദൽ മീനോ, ഒരുങ്ങിയിരിപ്പിൻ. നിരപ്പിൻ്റെ അനുഭവത്തിലൂടെ ക്രിസ്തുവിനോടും മനുഷ്യരോടും സമരസപ്പെട്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മെ ഈ നോമ്പിലൂടെ ഒരുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25:13 നിങ്ങൾ ഉണർന്നിരിപ്പിൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പിൻ.
ഉണർന്നിരിപ്പിൻ. 10 കന്യകമാർ മണവാളനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുന്നതിൻ്റെ വിവരങ്ങൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരുക്കത്തോടെ മണവാളനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരുന്ന 5 കന്യകമാർ, അവർ മണവാളൻ വന്നപ്പോൾ അവനോടൊപ്പം മണിയറയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഒരുക്കമില്ലാതെ ഇരുന്നവർ നിരാശരാകുന്നതായിട്ടുള്ള അനുഭവം. ഈ നോമ്പിൻ്റെ സമയത്ത് സുറിയാനി സഭാപിതാക്കന്മാർ വാദേ ദൽമീനോ, ഒരുങ്ങിയിരിപ്പിൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷാകരമായ കഷ്ടാനുഭവത്തിലും ഉയർപ്പിൻ്റെ മഹിമയിലും പങ്കുകൊള്ളുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കർത്താവിൻ്റെ വീണ്ടും വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. പാപക്ഷമ പ്രാപിച്ച്, ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിച്ച്, അശുദ്ധി നിറഞ്ഞ ചിന്തകൾ, പ്രവൃത്തികൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ശുദ്ധരാകാം. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, വേദപഠനത്തിലൂടെ, ധ്യാനത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ വരവേൽക്കാൻ, അവനോടൊന്നിച്ചുള്ള നിത്യതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നോമ്പിൻ്റെ ഈ ആത്മീയ യാത്രയിൽ ഒരു തിരിഞ്ഞുനോട്ടം, ഒരു പുതുക്കൽ, ആത്മീയമായ വർധന ലഭിക്കുന്ന ഒരു യാത്രാ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു വ്യക്തിയായി, സമൂഹമായി ഈ യാത്രയുടെ അവസാനം നാം എല്ലാവരും കാണപ്പെടുമാറാകട്ടെ. ആമേൻ.